കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പനച്ചിക്കാട് പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വേനൽ കടുത്തതോടെ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. തുടർച്ചയായ പൈപ്പ് പൊട്ടലും മോട്ടോർ കേടാകുന്നതും മൂലം പമ്പിംഗ് പൂർണ്ണമായും തടസ്സപ്പെടുന്നതും കാരണമായി. ഇതോടെ പല സ്ഥലങ്ങളിലും ആഴ്ചകളായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പലതവണ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാതെ വന്നതോടെയാണ് പനച്ചിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PC ബെഞ്ചമിൻ, വൈസ് പ്രസിഡന്റ് സരിത കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൃത്യമായി ഈ റൊട്ടേഷൻ അനുസരിച്ച് ഞങ്ങളുടെ പ്രദേശം പനച്ചിക്കാട് പഞ്ചായത്തിൽ 2 ഓവർഹെഡ് ടാങ്കുകളുള്ളത്. ഒന്ന് കൊല്ലാടും, ഒന്ന് വെള്ളുത്തുരുത്തിയിലും. ഈ 2 ഓവർഹെഡ് ടാങ്കിലേക്കും ആവശ്യത്തിന് വെള്ളം ചെന്നെങ്കിൽ മാത്രമേ അവർക്ക് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് പമ്പിൻ്റെ പ്രശ്നമുണ്ട്. ഇവരുടെ എല്ലാ അനാസ്ഥ കാരണം തന്നെ ഈ പറഞ്ഞ പമ്പ് 75 ഹോഴ്സ് പവറിൻ്റെ ഒരു പമ്പ് 6 മാസമായിട്ട് നന്നാക്കി വെക്കാറില്ല. കഴിഞ്ഞ ആഴ്ചയാണ് അത് ശരിയാക്കി വെച്ചത്. അതിനുശേഷം 50ൻ്റെ പമ്പുകൾ അതും ഇത് തന്നെ പ്രശ്നം വന്നു. അപ്പോൾ വലിയ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പഞ്ചായത്തിലാകെ ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇവരോട് നിരന്തരമായി ഫോണിലൊക്കെ ബന്ധപ്പെടുന്നെങ്കിലും കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരേണ്ടി വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഈ വാൽവ് ഓപ്പറേറ്ററായിട്ടുള്ള ആളുകൾ, പമ്പ് ഹൗസിൽ ഇരിക്കുന്ന ആളുകൾ ജനപ്രതിനിധികളോട് പോലും മര്യാദയ്ക്ക് പെരുമാറുന്നില്ല, ആ ധാർഷ്ട്യം കാണിക്കുന്നു. അതും ഞങ്ങളിപ്പോൾ പരാതിപ്പെടുന്നു. ഇതെല്ലാം പരിഹരിക്കാമെന്ന് AXC ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ച് ഇപ്പോൾ പോവുകയാണ്. പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. പഞ്ചായത്തിലെ ജനങ്ങളും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പരാതിയുമായി എത്തി. ഇതോടെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. നിലവിൽ പൊതു ടാപ്പുകൾക്കായി പഞ്ചായത്ത് 2,70,000 രൂപയാണ് പ്രതിമാസം വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കുന്നത്. ജലജീവൻ മിഷൻ ആരംഭിച്ചതോടെ ഭൂരിപക്ഷം പൊതു ടാപ്പുകളും ഒഴിവാക്കിയിരുന്നു. അതിനാൽ പരിശോധന നടത്തി നിലവിലുള്ള ടാപ്പുകൾക്ക് മാത്രം പണം അടയ്ക്കൂ എന്ന നിലപാടും പഞ്ചായത്ത് അധികാരികൾ ഉന്നയിച്ചു. ഇതോടെ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് പരിശോധന നടത്താമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിക്കുകയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി എബ്രഹാം, CM സലി, ഷിജു പ്രസാദ്, KN മഞ്ജുഷ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.